ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ആൽഫ സിനിമയിലെ മസാക്ര എന്ന സോങ് ഒരു റിലീസ് ചെയ്തിട്ടുണ്ട്. ആലിയ ഭട്ട്, ഷർവാരിയൊക്കെയാണ്. ഇതൊരു സ്പൈ പടമാണ്. പിന്നെ അവർക്ക് ഐറ്റം സോങ് ഇല്ലാതെ പിന്നെ എങ്ങനെയാണ്? ആൽഫ ഗേൾസ് പ്രസന്റ് മസാക്ര മ്യൂസിക് വീഡിയോ. ആലിയ ഭട്ട്, ഷർവാരി. ഐറ്റം സോങ് ഉണ്ട്. അതോ ഏതെങ്കിലും ആഡിന്റെ പരസ്യത്തിന്റെ പാട്ടാണോ? സിനിമയിൽ ഈ നായകയുടെ പെർഫോമൻസ് സൂപ്പറായി. ഷർവാരി. Rosino. പക്ഷെ ഇതുപോലത്തെ ഒരു പാട്ട് ചെയ്തതിൽ ഒരു സമാധാനമില്ലേ? മത്താക്രോയെ നിനക്കൊക്കെ ആക്ച്വലി പാട്ട് പാടിയിരിക്കുന്നത് നമുക്ക് അറിയാവുന്ന കുറച്ച് പേരൊക്കെയാണ്. ശില്പ റാവു, അങ്ങനെ പുള്ളിക്കാരി. ഈ ആ, ചുത്തമല്ലേ പാട്ടൊക്കെ പാടിയത് പുള്ളിക്കാരിയാണ്. ആൻഡ് ജോനിത ഗാന്ധിയൊക്കെ ഉണ്ട് ഈ പാട്ട് പാടിയതിൽ. ആൻഡ് ഇത് ഇവർ രണ്ടുപേരെയും വെച്ചുള്ള ഒരു മ്യൂസിക് വീഡിയോ ആണ്. ആക്ച്വലി ഈ പടത്തില് ഈ ഷർവാനിയിലുള്ള ഷർവാരി ഷർവാരി എന്ന പുള്ളിക്കാരിക്ക് നല്ലൊരു സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില സമയങ്ങളിൽ ആലിയ ഭട്ടിനേക്കാളും നല്ല രീതിക്ക് ആക്റ്റും, നല്ല രീതിക്ക് ഒരു എന്താ പറയാ, ഒരു ക്യൂട്ട് ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷർവാരി ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ സ്പൈ പടം അറിയാമല്ലോ. ഐറ്റം പാട്ടില്ലാതെ ഒരു സ്പൈ പടം എടുക്കൂല. ആക്ച്വലി ദുരന്തർ എന്ന് പറയുന്നത് ഒരു നോട്ട് ബുക്കാണ്, അല്ലല്ലോ ടെക്സ്റ്റ് ബുക്ക് അല്ലേ? അതാണ് ദുരന്തറിനെ കണ്ടു പഠിക്കണം. അത് അങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു സ്പൈ പടം എടുക്കേണ്ടത്. ഇത് ഐറ്റം പാട്ട് എന്തെങ്കിലും ഇടാതെ ഒരു ഇതുമില്ല, ബിക്കിനിട്ട് നടത്തിപ്പിക്കാതെ ഒന്നുമില്ല. പിന്നെ അവര് അങ്ങനെ ചെയ്ത് പഠിച്ച് ശീലമായതുകൊണ്ട് അവർക്ക് അത് ശീലമായി, അവർ മാറ്റുന്നുമില്ല. Yes, I am my son. ഞാൻ വേറെ തോന്നുന്നു. പക്ഷെ എല്ലാരും പറഞ്ഞു തന്നെയാണ് നേരെ എന്നാണ്. ആലിയ ഭട്ടിനേക്കാളും ഷർവാരിയാണ് കുറച്ചുകൂടെ സ്ക്രീൻ പ്രസൻസിൽ നിൽക്കുന്നത്. പെട്ടെന്ന് പാട്ട് തന്നെ അതോ ഡയലോഗ് അടിക്കാണ്? എന്തൊക്കെ കാണിക്കുന്നു രണ്ടുപേരും കിടന്നിട്ട് ഫുൾ കില്ലർ മൂവ്സ് എന്നൊക്കെ പറഞ്ഞ് ഡാൻസ് കളിക്കുന്നുണ്ട്. ചിലപ്പം പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പം ഗേൾസിന് ചിലപ്പം ഡാൻസ് ഒക്കെ കാണുന്നതാണ് ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. പാട്ടും മസാക്ര സോങ് ഇതിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ എനിക്ക് ആ ഷർവാരി എന്ന ആ ഒരു ആക്ട്രസിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് കൊള്ളാം. ആലിയ ഭട്ടിനെ അവിടെ കാണുന്നതായിട്ട് തോന്നുന്നില്ല പാട്ടിൽ. ഇനി എപ്പോഴാണ് ഇങ്ങനെ ഈ പാട്ടൊന്നും ചെയ്യാതെ ഒരു സ്പൈ പടമൊക്കെ എടുക്കുക? വെടി വെച്ച അതാവുന്നത്. സംഘടന പാട്ട് ഷർവാരി തൂക്കി. ആൽഫ പടത്തിലെ ഈ പാട്ട് ഷർവാരി തൂക്കി. ഇൻ സിനിമാസ് വേൾഡ് വൈഡ്. മസാക്രെ സോങ് മ്യൂസിക് വീഡിയോ ആലിയ ഭട്ടിനെ അടിച്ചമർത്തിക്കൊണ്ട് ഷർവാരി തൂക്കിയതിൽ സംശയമൊന്നുമില്ല. ഡാൻസ് ആകട്ടെ, സ്ക്രീൻ പ്രസൻസ് ആകട്ടെ, ആ ഒരു ലുക്ക് ആവട്ടെ, ഈ പാട്ടില് ലിറ്ററലി ആലിയ ഭട്ടിനെ കടത്തി വെട്ടി ഷർവാരി വന്നിട്ടുണ്ട്. അതിൽ വേറെ സംശയമൊന്നുമില്ല. പിന്നെ പാട്ട് ആസ് യൂഷ്വൽ അവരുടെ ഒരു ഹിന്ദി പാട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല.
പിന്നെ അറിയാലോ, ഇവര് ഇപ്പോഴും സ്പൈ ഫിലിംസ് എടുക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലത്തെ സീൻസ് ഒക്കെ അവർക്ക് സിനിമയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്കൊരു സമാധാനമില്ല. ആദിത്യ ചോപ്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന യാഷിരാജ് ഫിലിംസ് ആണ്. അപ്പൊ യാഷിരാജ് ഫിലിംസ് അറിയാം, ഹിന്ദിയില് വലിയൊരു സ്പൈ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പൊ ആ ദുരന്തർ സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ പല ട്രോളുകളും യാഷിരാജ് ഫിലിംസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെയാണ് സ്പൈ പടം എടുക്കേണ്ടത്, അതല്ലാതെ നായികനും നായികമായിട്ടുള്ള ഐറ്റം പാട്ടും നായികയെ ബിക്കിനിയിട്ട് നടത്തിപ്പിക്കുന്നതും നായികയെ ഗ്ലോറിഫൈ ചെയ്ത് ഒരുപാട് ഗ്ലാമറസ് ആയിട്ട് കാണിക്കുന്നത് ഒരു പടം അല്ല അത്. സി, അത് ഏത് തരത്തിലാണെന്ന് നോക്കിയോ. ഇപ്പൊ ചിലപ്പോ പറയാം കഥയുടെ ആസ്പദമായിട്ട് ഈ നായികയും ബിക്കിനിയിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ നായികയുടെ ഗ്ലാമർ വെളിവാക്കണം എന്നുള്ളത് പറയുമെങ്കിലും എന്ത് കഥയുടെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അനുവദിക്കാതിരുന്നാൽ പോലും ആ കഥ അത് നമ്മൾ കൂട്ടിച്ചേർക്കുന്നതാണ് കഥയിൽ ആ ഒരു സീൻ. അപ്പൊ ആ ഒരു സീൻ എടുക്കാതിരുന്ന ആ ഒരു നല്ലൊരു സീൻ നല്ലൊരു ഡയറക്ടർ എടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഇവര് വേണോന്ന് അറിഞ്ഞ് തന്നെയാണ് ഇന്റൻഷനലി ചെയ്യുന്നതാണ് നായികമാരുടെ ഗ്ലാമറസിനെ കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി. പിന്നെ അതുമായിട്ട് ബിക്കിനി, ഡാൻസ്, ഐറ്റം സോങ്, ഈ പരിപാടികളൊക്കെ ഇത് തന്നെയാണ് അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാട്ടിൽ ഉദ്ദേശിക്കുന്നത് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു മനസ്സിലാവുന്നില്ല. ചിലപ്പം ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പറയുന്നതായിരിക്കും. എനിക്ക് അത് ഈ പാട്ടിൽ ആകെ ഇഷ്ടപ്പെട്ട ശർവാരി എന്ന ഒരു നായിക മാത്രമാണ്. ആ നായിക ആ ഒരു പാട്ടിൽ ആ നായിക ഉണ്ടെന്ന് മാത്രമേ കാണുന്നുള്ളൂ. മറ്റേ ഈവൻ ആലിയ ഭട്ട് അവിടെ ഉള്ളെന്ന് പോലും അറിയുന്നില്ല. ആലിയ ഭട്ട് ഈ പാട്ടിൽ മോശമായിട്ടാണ്, ലുക്കും വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഈ പാട്ടിൽ. അതിന് മസാക്ര സോങ് സത്യത്തിൽ ഒരു മസാക്ര പോലെ തന്നെ ഇരുന്നതിന് ഒരു അവിഞ്ഞ മസാലയെ പോലെ. ഈ പടവും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്താണ് ഉദ്ദേശിച്ച് കുറെ മാസ് സീനുകളും കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഒരു ആവശ്യവും ഇല്ലാത്ത കുറച്ച് ആ ഒരു സ്പൈ പടം ഇങ്ങനെയല്ല എടുക്കേണ്ടത്. ഇവർ ഇതുമായിട്ട് മാറിയില്ല. ഇനിയിപ്പോ സത്യം പറഞ്ഞാൽ ദുരന്തർ പോലത്തെ ഒരു സ്പൈ പടം ഉള്ളതുകൊണ്ട് ഏത് പടം വന്നാലും, ഇപ്പൊ ഒരു മാസ പടത്തിന് KGF ബെഞ്ച് മാർക്ക് വന്ന പോലെ, അതുപോലെ ദുരന്തർ ഒരു സ്പൈ പടത്തിന് ദുരന്തർ ഒരു ബെഞ്ച് മാർക്ക് ആയി കഴിഞ്ഞു. ഏതെങ്കിലും ഒരു സ്പൈ പടം വന്നാൽ ദുരന്തറുമായിട്ട് കമ്പാരിസൺ വരും. അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു രീതിയിലും വരൂല അവിടെ. അപ്പൊ കാരണം ദുരന്തർ ഇപ്പൊ ടോപ്പിലാണ് നിൽക്കുന്നത്. ഒരു 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 എന്തേലും ഒരു ആവശ്യത്തിലുള്ള സ്പൈ ഒക്കെ എടുക്കണ്ടേ, എന്തേലും ഒരു കാരണമുള്ള സ്പൈ ഒക്കെ ആവണ്ടേ. ഇവര് കാരണമില്ലാതെ ചുമ്മാ ഒരു സ്പൈ ആവുക അതുമായിട്ട്. പിന്നെ ഇവര് മെയിൻലി കോണ്ടന്റ് അല്ല കോർ തീമായിട്ട് കൊണ്ടുപോകുന്നത്. ഇവര് എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവര് നടക്കുന്നത്. ആരും യാഷിരാജ് ഫിലിംസ്, അതായത് പരമാവധി കളർഫുൾ ആയിട്ട് കളർ ഗ്രേഡിംഗ് ഒക്കെ കൂട്ടിയിട്ട് വലിയൊരു എന്റർടൈൻമെന്റ്, പൊട്ടുക, തെറിക്കുക, കാശെറിയുക, അങ്ങനത്തെ ഒരു സംഭവമായിട്ടാണ് ഇവർ മുമ്പും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ പടം ഇപ്പൊ ഈ ആൽഫ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഈ ഒരു പാട്ട് രവിഞ്ഞ പാട്ട് എന്തിനാ വേണ്ടി ആരൊക്കെയോ പാടി എന്തിനോ ഡാൻസ് കളിച്ച് ഒരു മ്യൂസിക് വീഡിയോ റിലീസ് ചെയ്ത് വിട്ട്.